പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, പത്രക്കാരായിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, മറ്റ് നെഗറ്റീവ് ആൾക്കാരായിക്കോട്ടെ, മറ്റ് കമ്പനിക്കാരായിക്കോട്ടെ, അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഹൈ റിച്ച് തട്ടിപ്പ്. എന്താണ് തട്ടിപ്പ് എന്ന് പറയുന്നത്? എന്തിനാണ് ഈ നമ്മുടെ കമ്പനിയെ തട്ടിപ്പ് പറയുന്നത് എന്ന് ആണ് ഇപ്പോഴും 2.5 വർഷം കഴിഞ്ഞിട്ടും ആൾക്കാർ ഇപ്പോഴും സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തട്ടിപ്പാണ് നമ്മൾ നടത്തിയത്? എന്ത് തട്ടിപ്പാണ് നടത്തിയതെന്നുള്ള ഉത്തരമാണ്, വരുമാനമില്ലാത്ത സൂപ്പർ മാർക്കറ്റുകളുടെ വരുമാനമാണ് പൂളിംഗം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞ് പറ്റിച്ചത്. നിങ്ങൾ കൊടുത്ത പണമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പണമോ എടുത്ത് മണി ചേഞ്ച് ചെയ്ത് അത് കമ്പനിയുടെ വരുമാനത്തിൻ്റെ പകുതി എടുത്തിട്ടാണ് നിങ്ങൾക്ക് പൂളിംഗം തരുന്നത് എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പാണ്. രണ്ടാമത്തെ തട്ടിപ്പ് എന്ന് പറയുന്നത്, ജനങ്ങളുടെ കയ്യിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാൻ അനുമതിയില്ലാത്ത ഒരു കമ്പനി നിക്ഷേപം സ്വീകരിച്ചു എന്നുള്ളതാണ് മറ്റൊരു തട്ടിപ്പ്. മൂന്നാമത്തെ തട്ടിപ്പ്, 3 ഇരട്ടിയും 10 ഇരട്ടിയും തരാമെന്ന് പറഞ്ഞ് ആൾക്കാരുടെ ബാങ്കിലും അവരുടെ സ്വത്തുമൊക്കെ വിറ്റ് ജനങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ് മറ്റൊരു തട്ടിപ്പ്. മറ്റൊരു തട്ടിപ്പ് എന്ന് പറയുന്നത്, ഇവർ കൊടുത്ത പണം ബാങ്കുകൾ നിക്ഷേപിക്കുകയായിരുന്നു, മറ്റ് രാജ്യത്തേക്ക് കടത്തുകയായിരുന്നു. അതാണ് മറ്റൊരു തട്ടിപ്പ്. അതും കറണ്ട് അക്കൗണ്ടുകളിലാണ് ഇവരിട്ട പണം നിക്ഷേപിച്ചിരുന്നത്. അവിടെ പലിശ പോലും ലഭിക്കാത്ത അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച് ഇവർക്ക് എങ്ങനെയാണ് 3 ഇരട്ടിയും 10 ഇരട്ടിയും കൊടുക്കാൻ സാധിക്കുക? മറ്റൊരു തട്ടിപ്പ് എന്ന് പറയുന്നത്, സ്റ്റേജ് മേൽ കയറി 3000 കോടിയുടെ ടേൺ ഓവറുള്ള കമ്പനിയാണ് ഹൈ റിച്ച് എന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല അറബി നാടുകളിൽ പോലും പോയി പ്രസംഗിച്ചിരുന്ന കമ്പനിയുടെ അക്കൗണ്ടിൽ ബാക്കിയായത് 212 കോടി രൂപ മാത്രമാണ്. അതാണ് മറ്റൊരു തട്ടിപ്പ്. ബാക്കി കോടികൾ എവിടെയെന്നുള്ളതാണ് തട്ടിപ്പ്. ഇപ്പോൾ കമ്പനി നടത്തുന്നത് കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള തട്ടിപ്പാണ് മറ്റൊരു തട്ടിപ്പ്. കേസ് അവസാനിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് പണം കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി കമ്പനി മനഃപൂർവ്വം കേസ് ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 212 കോടി രൂപ ആർക്കും നുള്ളിക്കൊടുക്കാൻ പോലും തികയില്ല എന്ന് മനസ്സിലാക്കിയ കമ്പനി കേസ് പലതും പറഞ്ഞ് പല കേസുകളും കൊടുത്ത് 2.5 വർഷം നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് മറ്റൊരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പൊന്നും മനസ്സിലാവാതെ കുറേ ആൾക്കാർ ജയ് വിളിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു തട്ടിപ്പ്. പിന്നെ കോടികളുണ്ടാക്കിയ ലീഡർമാരൊക്കെ ചേർന്ന് ഒരു സൊസൈറ്റി ഉണ്ടാക്കി എന്നുള്ളത് വലിയൊരു തട്ടിപ്പ്. അങ്ങനെ ഒരു തട്ടിപ്പിൽ നിന്ന് മറ്റൊരു തട്ടിപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഹൈ റിച്ച് എന്നുള്ളത്. ഹൈ റിച്ചിൻ്റെ MD ആയ പ്രതാപൻ 2010 മുതലേ നടത്തിയിരുന്നത് പല തട്ടിപ്പുകളായിരുന്നു. 2010 രജിസ്റ്റർ ചെയ്ത ഒരു തട്ടിപ്പിലാണ് പ്രതാപൻ 2025 വർഷത്തിൽ ശിക്ഷിക്കപ്പെട്ട് 2 വർഷം താവനൂരിൽ ജയിലിൽ കിടക്കുന്നത് എന്നുള്ളത് ഒരു സത്യമാണ്.